ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഓൾ. ലേൺ വിത്ത് MS-ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കെമിസ്ട്രിയിലെ ഒരു ചെറിയ ടോപ്പിക്ക് പഠിച്ചാലോ? നമ്മൾ ഓൾറെഡി ആറ്റത്തിൻ്റെ ഘടന പഠിച്ചിരുന്നു. 3 മോഡൽസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോർ മോഡൽ, റൂദർഫോർഡ് മോഡൽ, ജെ തോംസൺ മോഡൽ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഫുള്ള് കണ്ടതിന് ശേഷം ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്നുള്ള ടോപ്പിക്ക് കാണുക. ആദ്യം ആറ്റം എന്താണ്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആറ്റം? ഒരു പദാർത്ഥത്തിൻ്റെ രാസപരമായി ഏറ്റവും ചെറിയ കണമാണ് ആറ്റം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ച് നോക്കാം. അത് ഏതൊക്കെയാണ് എന്നും അതിൽ വരുന്ന ബാക്കി കണ്ടൻസും. നമ്മൾ ആറ്റത്തിൻ്റെ ഘടന ഡിസ്കസ് ചെയ്യുമ്പോൾ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആറ്റത്തിലെ മൗലിക കണങ്ങൾ ഏതൊക്കെയാണ്? ആറ്റത്തിലെ മൗലിക കണങ്ങളാണ് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ. ഇതിൽ നമുക്ക് ആദ്യം ഇലക്ട്രോണെ കുറിച്ച് പഠിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ രാസസ്വഭാവം നിർണ്ണയിക്കുന്നത് ഇലക്ട്രോൺ ആണ്. അതുപോലെ തന്നെ ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണമാണ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്. നമ്മൾ ഇലക്ട്രോണിൻ്റെ ചാർജ് നേരത്തെ പഠിച്ചിരുന്നു. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ച വർഷം 1897. അതുപോലെ തന്നെ ഇലക്ട്രോൺ എന്ന പേര് നൽകിയത് ജെ സ്റ്റോണിയാണ്. ഇതൊരു ആറ്റമാണെങ്കിൽ സെൻറ്ററിൽ ഒരു ന്യൂക്ലിയസ്, അതിന് ചുറ്റുമായിരിക്കും ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത. ആ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം പഠിച്ചപ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, ആ ഇലക്ട്രോണിൻ്റെ സഞ്ചാരപാതയെ ഓർബിറ്റ് എന്ന് പറയുന്നു. ഒരു ആറ്റത്തിൽ ഇലക്ട്രോണിന് തുല്യമായ ഭാരവും എന്നാൽ വ്യത്യസ്ത ചാർജുമുള്ള കണികയാണ് പോസിട്രോൺ എന്ന് പറയുന്നത്. ഇലക്ട്രോണിൻ്റെ തുല്യ ഭാരമായിരിക്കും, എന്നാൽ ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ് അല്ലേ? പോസിട്രോണിൻ്റെ ചാർജ് പോസിറ്റീവ് ആയിരിക്കും. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ഇലക്ട്രോണുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. പ്രോട്ടോൺ എത്ര എണ്ണമാണോ ഉള്ളത് അത്രയും തന്നെയായിരിക്കും ഇലക്ട്രോണുകളുടെയും എണ്ണം. രണ്ടും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അത് നമുക്ക് എത്ര ഇലക്ട്രോൺ ഉൾക്കൊള്ളാൻ പറ്റും എന്നുള്ളത് 2n² യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെല്ലിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം നമുക്ക് 2n² യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിഗണാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് കണ്ടെത്തിയത് മില്ലിഗണാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് 1.602 × 10⁻⁹ കൂളോമാണ്. ചാർജ് നമ്മൾ എപ്പോഴും കൂളോം, ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളോമാണ്. അതുകൊണ്ട് നമ്മൾ ചാർജ് പറയുമ്പോൾ കൂളോം യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.602 × 10⁻⁻⁹ കൂളോം. ഇനി നമുക്ക് അടുത്ത മൗലിക കണമായ പ്രോട്ടോണെ കുറിച്ച് പഠിക്കാം. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ എവിടെ കാണപ്പെടുന്നത്? നമ്മൾ ഓൾറെഡി സ്ട്രക്ചർ പഠിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്തായിരിക്കും പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും റൂദർഫോർഡ് തന്നെയാണ്. അപ്പോൾ നമുക്ക്
എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാം അല്ലേ? പ്രോട്ടോൺ കാണപ്പെടുന്നത് ന്യൂക്ലിയസിനകത്താണ്. അപ്പം ന്യൂക്ലിയസ് കണ്ടുപിടിച്ചതും പ്രോട്ടോൺ കണ്ടുപിടിച്ചതും റൂദർഫോർഡാണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ് ചാർജാണ്. ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റി കാർഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് എന്നെല്ലാം അറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ്. അപ്പോൾ ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പ്രോട്ടോൺ അറിയപ്പെടുന്നു അല്ലേ? ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയണത് അതിൻ്റെ അറ്റോമിക നമ്പറിന് ഈക്വൽ ആയിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക നമ്പറിന് ഈക്വൽ ആയിരിക്കും. പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പറിന് തുല്യമാണെങ്കിൽ ഒരു ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പറിന് തുല്യമായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ മൗലിക കണം പഠിക്കാം, ന്യൂട്രോൺ. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ ഭാരം കുറഞ്ഞ മൗലിക കണമായിരുന്നു ഇലക്ട്രോൺ അല്ലേ? ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക് ആണ്. ഒരാറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണം കൂടെയാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, അതുപോലെ തന്നെ പ്രോട്ടോണ് പോസിറ്റീവ് ചാർജാണ്. എന്നാൽ ന്യൂട്രോണിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണികകൾ നിർമ്മിച്ചിരിക്കുന്നത് കോർക്ക് കൊണ്ടാണ്. പ്രോട്ടോൺ, ന്യൂട്രോൺ തുടങ്ങിയ കണികകൾ നിർമ്മിച്ചിരിക്കുന്നത് കോർക്സ് കൊണ്ടാണ്. ന്യൂക്ലിയസിലെ ന്യൂട്രോണും പ്രോട്ടോണും മൊത്തമായിട്ട് അറിയപ്പെടുന്നത് ന്യൂക്ലിയോണുകൾ എന്നാണ്. ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും മൊത്തത്തിൽ നമ്മൾ പറയുമ്പോൾ ന്യൂക്ലിയോണുകൾ എന്നാണ് പറയുക. അപ്പോൾ ഇത്രയുമാണ് ഒരു ആറ്റത്തിലെ മൗലിക കണങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ? ഒരു ആറ്റത്തിൽ 3 മൗലിക കണങ്ങളുണ്ട്: ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. ഇലക്ട്രോൺ ആണ് ഏറ്റവും ഭാരം കുറഞ്ഞ മൗലിക കണം. ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ ആണ് അല്ലേ? ഇനി പ്രോട്ടോൺ കണ്ടുപിടിച്ചത് റൂദർഫോർഡ് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് എന്തായിരുന്നു? പോസിറ്റീവായിരുന്നു. പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് അറ്റോമിക നമ്പറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ്, ഫിംഗർ പ്രിൻ്റ് എന്നൊക്കെ പ്രോട്ടോൺ അറിയപ്പെടുന്നു. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരായിരുന്നു? ജെയിംസ് ചാഡ്വിക് അല്ലേ? ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല. ചാർജ് ഇല്ലാത്തൊരു മൗലിക കണമാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമ്മൾ ന്യൂക്ലിയോണുകൾ എന്ന് പറയുമെന്നും പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഇത്രയുമാണ് ഒരാറ്റത്തിലെ മൗലിക കണങ്ങൾ. നമ്മൾ റിവൈസ് ചെയ്യുകയും ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ട് ഈ ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ടോപ്പിക് കൂടെ നമുക്ക് നോക്കാനുണ്ട്. അതുപോലെ തന്നെ ഒരു അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണുകളുടെ എണ്ണത്തിനും ഇലക്ട്രോണുകളുടെ എണ്ണത്തിനും തുല്യമായിരിക്കും. മാസ് നമ്പർ നമ്മൾ നേരത്തെ പഠിച്ചു. പ്രോട്ടോണുകളുടെ എണ്ണത്തിൻ്റെയും പ്ലസ് ന്യൂട്രോണുകളുടെയും എണ്ണത്തിൻ്റെയും തുല്യമായിരിക്കുമെന്ന്. മാസ് നമ്പർ എന്ന് പറയുന്നത് എ കൊണ്ടും അറ്റോമിക് നമ്പർ സെഡ് കൊണ്ടുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ന്യൂട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആയിരിക്കും. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്ക് പഠിക്കാം. ഐസോടോപ്പ് എന്താണ്, ഐസോബാർ എന്താണ്, ഐസോടോണുകൾ എന്താണ് എന്ന് നോക്കാം.
അപ്പോൾ എന്താണ് ഐസോടോപ്പ്? ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അറ്റോമിക നമ്പർ തുല്യമായിരിക്കും, എന്നാൽ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും. ഞാനൊരു എക്സാമ്പിൾ എഴുതി കാണിക്കാം. ഹൈഡ്രജൻ്റെ ഐസോടോപ്പ് വെച്ചിട്ട് കാണിക്കാം. ഇതാണ് ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. ഇതിൽ ഹൈഡ്രജൻ്റെ മേലെ എഴുതിയിരിക്കുന്നത് മാസ് നമ്പറിനെയും താഴത്തെ നമ്പർ അറ്റോമിക നമ്പറിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ മൂന്നെണ്ണത്തിലും അറ്റോമിക നമ്പർ തുല്യമാണ് അല്ലേ? മാസ് നമ്പറോ വ്യത്യാസമുണ്ട്. ഇതിനെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. എന്താണ് ഐസോബാറുകൾ എന്ന് നോക്കാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളെയാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. ഇതിൽ മാസ് നമ്പർ തുല്യമായിരിക്കും, അറ്റോമിക നമ്പർ വ്യത്യാസമായിരിക്കും. നമുക്ക് എന്തായാലും നോക്കാം അതിൻ്റെ എക്സാമ്പിൾ. ഐസോബാറുകൾക്ക് എക്സാമ്പിളാണ് ആർഗണും കാൽസ്യവും. അതിൽ നോക്കുക, അതിൻ്റെ മാസ് നമ്പർ തുല്യമാണ്, 40 അറ്റോമിക നമ്പർ വ്യത്യാസമാണ്. അതിൻ്റെ അറ്റോമിക് നമ്പർ വ്യത്യസ്തവും മാസ് നമ്പർ തുല്യമുള്ളതുമാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിളാണ് ആർഗൺ ആൻഡ് കാൽസ്യം. ഇനി നമുക്ക് ഐസോടോണുകൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഐസോടോണുകൾ? ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളാണ് ഐസോടോണുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു ന്യൂട്രോണുകളുടെ എണ്ണം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത്. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്താൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം ലഭിക്കും അല്ലേ? എന്തായാലും എക്സാമ്പിളിലൂടെ നമുക്ക് നോക്കാം. ഐസോടോണുകൾക്ക് ഉദാഹരണമാണ് ട്രിഷ്യവും ഹീലിയവും. ട്രിഷ്യം എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഒരു ഐസോടോപ്പാണ്. ഇതിൽ മേലത്തെ നമ്പർ മാസ് നമ്പറിനെയും താഴത്തെ നമ്പർ അറ്റോമിക് നമ്പറിനെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് 2 ആണ്, ട്രിഷ്യത്തിലും ഹീലിയത്തിലും. അപ്പോൾ ഐസോടോണുകൾ എന്ന് വെച്ചാൽ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമാണ്. അപ്പോൾ ഇത്രയുമാണ് ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോണുകൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ആറ്റത്തിലെ മൗലിക കണങ്ങൾ എന്നുള്ള ടോപ്പിക്കിലെ ക്ലാസ്. ആദ്യം ആറ്റത്തിൻ്റെ ഘടന പഠിക്കുക, അതിനുശേഷം ഇത് പഠിക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.